ഓണത്തിന് നടത്താൻ പോകുന്നത് 29 തീയതി തിയേറ്ററിൽ ഇറങ്ങുകയാണ്. എന്താണ് അതിനെ പറ്റി പറയാനുള്ളത്? എല്ലാരും വന്ന് കാണുക അല്ലേ? എല്ലാരും വന്ന് കാണുക. എന്തായാലും അതെ, നല്ലൊരു ഫൺ ആയിട്ടുള്ള ഒരു എന്റർടൈനർ ആണ്. എല്ലാരും വന്ന് കാണുക 29 അതെ കേട്ടോ. നല്ല ഒരു എന്റർടൈനർ ആയിരിക്കും, ഫാമിലി എന്റർടൈനർ ആയിരിക്കും. അവധിക്കാലത്ത് കുടുംബത്തോടൊപ്പം കൂട്ടുകാരോടൊപ്പം വന്ന് കാണാൻ പറ്റിയ ഒരു നല്ല സിനിമയായിരിക്കും. നേരെ വിജയിപ്പിച്ച പോലെ തന്നെ ഈ സിനിമയും നമ്മളെ കാണാനും എല്ലാവരും നമ്മുടെ കാണാനുണ്ടാവണം. ശരിയാ, തീർച്ചയായും. നരേൻ മീരജസ്മിൻ കോമോന്തറും അച്യുതമ്മയിലൊക്കെ എല്ലാരും ഹൃദയത്തിലേക്ക് എത്തിയതാണ്. അപ്പം ഇനി എന്താണ് ശരിക്കും ഞങ്ങൾ അതിൽ പ്രതീക്ഷിക്കപ്പെടുന്നത്? പ്രേക്ഷകർ എന്താണ് രണ്ടുപേരുടെ ഒരു കോമ്പ്? രണ്ടുപേരെയും ഞങ്ങൾ രണ്ടുപേരും ഒന്നിക്കാൻ അനുയോജ്യമായ ഒരു ചിത്രം തന്നെയാണ് ക്വീൻ എലിസബത്ത്. സോ പ്രേക്ഷകർ തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആവും, സംതൃപ്തരാവും എന്നുള്ള വിശ്വാസം തന്നെ. തീർച്ചയായിട്ടും ഹാപ്പി ആയിരിക്കും ഈ സിനിമ കണ്ട്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ആരും എക്സ്പെക്ട് ചെയ്യത്തില്ല അതിന്റെ സ്റ്റോറി ലൈൻ. സിനിമ കാണുമ്പോഴേ അറിയത്തുള്ളൂ. പക്ഷെ ഭയങ്കര എന്റർടൈനറും തമാശ ഫണ്ണൊക്കെ ഉള്ള ഒരു ഫാമിലി നേരെ കാണാൻ കയറുകയാണ്. നേരെ കാണാൻ ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ലാലേട്ടന്റെ തിരിച്ചുവരവാണല്ലോ നേര്. ലാലേട്ടൻ, ഞാൻ ലാലേട്ടന്റെ വലിയ ഫാനാണ്. എന്റെ ഓൾ ടൈം ഫേവറേറ്റ് ആണ്. സോ ലാലേട്ടൻ എപ്പോഴും നമ്മുടെ ഇന്ത്യയുടെ അഭിമാനമാണ്. സോ ലാലേട്ടൻ എപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടായിരിക്കും ഇവിടെ. അതിനെപ്പറ്റി നമുക്ക് എന്താ പറയാ, അത്രയും വലിയൊരു ആക്ടർ, ഒരു ലെജൻഡ്, നമ്മുടെയൊക്കെ ഒരു ട്രഷറാണ് ലാലേട്ടൻ. സോ എപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നു. ഇനിയും ലാലേട്ടൻ എത്രയോ വർഷങ്ങൾ ഇനി നമ്മളെല്ലാരും എന്റർടൈൻ ചെയ്യിപ്പിക്കാൻ പോകും. ഈ സോഷ്യൽ മീഡിയ സജീവമായ കാലമാണ്. അപ്പോ ഈ ഒരു ഇടവേളയ്ക്ക് ശേഷം ചേച്ചി സ്ക്രീനിൽ വരുമ്പോ ഒരു ഡീഗ്രേഡിങ്ങിനെ പേടിക്കുന്നുണ്ട്. നല്ലതാണ്, നല്ല അത്രേ ഉള്ളൂ, വേറെ ഒന്നും ഇതിന്റെ അപ്പുറം ഇല്ലല്ലോ. എല്ലാം നല്ലതാവട്ടെ, അത്രേ ഉള്ളൂ. മൈക്ക് വേണം, മൈക്കാ.